കാണാനൊക്കെ നല്ല മൊഞ്ചായിട്ട് അടിപൊളി ടേസ്റ്റിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു കിടിലൻ പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവക്ക് പകരം കോൺഫ്ലോറോ മൈദയൊക്കെ ചേർത്തിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. ശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് റവ നന്നായിട്ട് വെന്ത് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് ബ്രെഡാണ്. ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തോന്ന് മാത്രം. ഇനി ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് റവയുടെ ഫില്ലിങ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ അടുത്ത ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു പാത്രത്തിൽ ഒരു കോഴിമുട്ടയും കുറച്ച് പാലും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സാക്കി വെച്ചതിന് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നേരിയ സേമിയ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ചൂടായതിനു ശേഷം ഓരോന്നായിട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള അടിപൊളി പലഹാരമാണ്. ഇനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്